എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണസമയം ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളോടുള്ള ആർത്തി കളയണം. ഒന്ന്, പണത്തിനോടുള്ള മോഹം കളഞ്ഞാൽ മതി, നിനക്ക് അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമ്പത്തുണ്ടല്ലോ, പണമുണ്ടല്ലോ, അതിനോടുള്ള ആർത്തി അങ്ങ് കളഞ്ഞാൽ, പടച്ചവനെ എങ്ങനെയും പണമുണ്ടാക്കണം, എല്ലാവർക്കും പണത്തിനോട് വല്ലാത്ത ആഗ്രഹമാ. മക്കളെക്കാളും പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെക്കാളും പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, പണം ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പണത്തിനോടുള്ള ആർത്തി വന്നു കളഞ്ഞാൽ എത്ര വലിയ ദറജയിലെത്തിയ മനുഷ്യനാകട്ടെ, എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ െങ്കിലും അല്ലാഹു അവനൊരു നല്ല മരണം കൊടുക്കൂല. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് നമസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ പള്ളിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുകയാണ്. എല്ലാ ദിവസവും നിസ്കാരം കഴിയുമ്പോ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ നിന്നിറങ്ങി ഓടുകയാണ്. അള്ളാന്റെ റസൂൽ ഇത് കണ്ടു മടുത്തു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു, സഅലബ, എവിടേക്കാട് കൂടുന്നത്? ഒരല്പസമയം പള്ളിക്കകത്തിരിക്കാ സമയമില്ലേ, ദുആ ചെയ്യാനൊന്നുമില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഅലബ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമോ. പിന്നെ എന്തിനാണ് ഞാൻ ഓടുന്നതെന്നറിയുമോ? എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുമോ? ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ. എന്റെ ഭാര്യ എന്നെയും കാറ്റ് വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നമസ്കരിക്കാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമേ ഉള്ളു നബിയേ. ഞാൻ പാവപ്പെട്ടവനാ നബിയേ. ഭാര്യക്കും ഭർത്താവിനും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരേ ഒരു ജോഡി വസ്ത്രം മാത്രമേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? പണം കിട്ടാൻ ദുആ ചെയ്യുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പണം വേണ്ട സഅലബാ, പണം വേണ്ട സഅലബാ. അത് കൂടിക്കഴിഞ്ഞാൽ അല്ലാഹുവിനെ നീ മറക്കും, അത് കൂടിയാ നിന്റെ സ്വഭാവം മാറും. അല്ലാഹുവേ, സഅലബ പ്രവാചകരോട് പറയുന്നു, നബിയേ, ഞാൻ മാറുമോ നബിയേ? ഞാൻ അങ്ങയുടെ അനുചരനാണല്ലോ, ഞാൻ അങ്ങയുടെ അനുചരനാണ്. എന്റെ സ്വഭാവം അങ്ങ് മാറുവോ നബിയേ? ഞാൻ അല്ലാഹുവിനെ പേടിയുള്ളവനല്ലേ. എനിക്കെങ്ങാനും സമ്പത്ത് കിട്ടിയ ഞാൻ പാവങ്ങളെ സഹായിക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സഅലബ, എവിടെ വെച്ച് കണ്ടാലും പ്രവാചകനോട് ദുആ ചെയ്യാ പറയുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടുത്തെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു ബർക്കത്ത് നൽകി. സഅലബയ്ക്ക് ഒരുപാട് പണം കിട്ടി, സഅലബയ്ക്ക് ഒരുപാട് സമ്പത്ത് കിട്ടി. എന്റെ പ്രിയമുള്ളവരെ, 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിച്ച സഅലബയുണ്ടല്ലോ, പിന്നെ 5 4 3 2 1 പിന്നെ പള്ളിയിൽ വരുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായി. സമ്പത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ, പണം ഒരുപാട് കിട്ടിയപ്പോ പടച്ചറപ്പിനെ മറന്നു പോവുകയാ, അല്ലാഹുവിനെ മറന്നു പോകുകയാ, വന്ന വഴി മറന്നു പോവുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാനം എങ്ങനെയാ മരിച്ചതെന്നറിയോ? ഒരു കാഫിറിനെ പോലെ ചത്തുപോയെന്ന് അല്ലാഹുവേ ചരിത്രം പഠിപ്പിക്കുമ്പോ, ആരാണ് സഅലബ? ആരാ? റസൂലുള്ളാഹിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച ചെറുപ്പക്കാരനോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറഞ്ഞ ചെറുപ്പക്കാരനാ. സഅലബാനെ സ്വഹാബത്ത് വിളിച്ചിരുന്നത് എങ്ങനെയെന്നറിയുവോ? പള്ളിയുടെ മാടപ്രാവെന്നോ, പള്ളിയുടെ മാടപ്രാവെന്ന് സഹാബത്ത് വിളിച്ച ഈ ചെറുപ്പക്കാർ അവസാനം പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ ഒരു
കാഫിറിനെ പോലെ ചത്തുപോയി എന്ന ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, നീ വിചാരിക്കും അല്ലാഹു നിനക്ക് പണം തന്നത് നിന്റെ താടിയുടെ നീളം കണ്ടട്ടാ, അല്ലെങ്കിൽ നിന്റെ കഴിവ് കൊണ്ടാ, നിന്റെ കുടുംബ മഹിമ കണ്ടട്ടാ എന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു സമ്പത്ത് നിനക്ക് തരുന്നത് നിന്നോട് സ്നേഹം കൂടിയത് കൊണ്ടല്ല, നിന്നെ പരീക്ഷിക്കാരോ. അല്ലാഹുവേ പടച്ചവനെ എന്ന പണത്തിനോട് വല്ലാത്ത ആർത്തിയാണല്ലോ, അതിനുവേണ്ടി ഏത് വഴിയും സ്വീകരിക്കുന്നവരുണ്ടല്ലോ. കള്ള് കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ട്, മോഷണം നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ പണമുണ്ടാക്കാൻ വളഞ്ഞ വഴികൾ മുഴുവനും സ്വീകരിക്കുന്നവരുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കച്ചവടം കൊണ്ട് നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവര്, കൊട്ടേഷൻ പണി നടത്തുന്നവര് വരെയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പണം നിനക്കെന്തിനാ പൊന്നുമോര്? പണം നിനക്കെന്തിനാടാ ചെറുപ്പക്കാരാ? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ട് പോയടാ? നിന്റെ വാപ്പ മരിച്ചു പോയല്ലോ. നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ണം തുണിയും പൊതിഞ്ഞിട്ട് നിന്റെ വാപ്പ നീ പള്ളിക്കുടിയിലേക്ക് കൊണ്ടുവച്ചത് നീ മറന്നുപോയോ ചെറുപ്പക്കാരാ? ഈ നാട്ടിലെ എത്രയോ പണക്കാര്, നീ നിന്റെ ജീവിതത്തിൽ എത്രയോ മയ്യത്ത് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യർ 5 നയാ പൈസ ഇന്നവരെ കൊണ്ടുപോയിട്ടുണ്ടോ ചെറുപ്പക്കാർ? എന്റെ പ്രിയമുള്ളവരെ, പണത്തിനോടല്ലടാ സ്നേഹമുണ്ടാകേണ്ടത്, പണമല്ലടാ ആഗ്രഹിക്കേണ്ടത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. ആ ചെറുപ്പക്കാരനെ കാണേണ്ട താമസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കരയുകയാ. പ്രവാചകന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒളിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, ആരാണ് നടന്നു വരുന്നതെന്നറിയുമോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ കാണാ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്ത് പറ്റി നബിയേ, എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മിസ്അബേ, നിന്റെ പഴയകാല എനിക്ക് ഓർമ്മ വന്നു മിസ്അബേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാണ് മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. മിസ്അബ് ധരിക്കുന്ന വസ്ത്രമേതെന്നറിയുമോ? സ്വർണത്തിന്റെ വസ്ത്രപാടാ പൊന്നുപോര്. സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് മിസ്അബ് ധരിച്ചിരുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മക്കള് പോലും, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണക്കാര് ആ അംബാനിയുടെ മക്കള് പോലും ധരിക്കാറില്ല. പക്ഷേ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സുഗന്ധത്തിനോട് വല്ലാത്ത ഇഷ്ടമോ, ഒരിക്കലേ ഒരു സുഗന്ധം തേക്കാറുള്ളൂ. മിസ്അബ് നടക്കുമ്പോ മുന്നിലും പുറകിലും അടിമകൾ നടക്കുമായിരുന്നു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരർ കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ആ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. അവസാന പ്രവാചകന്റെ കയ്യിൽ പിടിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ആരോടും പറഞ്ഞില്ല, മുസ്ലിമായതാരെയും അറിയിച്ചില്ല. കാരണം മിസ്അബ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് തന്റെ ഉമ്മാനെയോ. ഉമ്മാനവല്ലാത്ത പേടിയാ, ഉമ്മാനവല്ലാത്ത പേടിയാ. മിസ്അബ് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് വീട്ടിലെ ഒരു ജോലിക്കാരൻ കാണുകയാണ്. പിന്നെ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവേ,
മിസബെന്ന് പറയുന്ന ചെറുപ്പക്കാരര് വീട്ടിലെ പണിക്കാര് മുഴുവനും തല്ലുകയാ. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയതാ വീടിനകത്ത് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പട്ടിണിക്കിട്ടിരിക്കുകയോ. നീ ഒന്നുകിൽ പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരണം, ഇല്ലെങ്കിൽ കിടന്ന് ചാകടാ എന്ന് പറഞ്ഞ് അല്ലാഹു തആലാർഹുവരെ തന്റെ വീട്ടുകാര് പടച്ചവരെ വീടിനകത്ത് കെട്ടിയിട്ട് പട്ടിണിക്കിട്ടിരിക്കുകയോ. അവസാനം അല്ലാഹു തആലാർഹു തന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് മനസ്സിലാകുമ്പോ വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ട് ജോലിക്കാര് വലിച്ചെറിച്ചുകൊണ്ട് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുകയാണ്. അല്ലാഹു തആലാർഹു ആ വീട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്സബേ ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്സബേ. എന്റെ സമ്പത്തിന്റെ വലിപ്പം നിനക്കറിയുമല്ലോ. ഈ മക്കാ രാജ്യത്തിന്റെ പകുതിയും എന്റെതാടാ ബിഷപ്പ്. ഞങ്ങളുടെ മതങ്ങൾ എന്നിട്ട് ഇറങ്ങിപ്പോയാ നിനക്കൊരഞ്ച് നയാ പൈസ പോലും തരില്ലെന്ന് ഉമ്മ പറയുമ്പോ ബിഷപ്പെന്ന് പറയുന്ന ചെറുപ്പക്കാർ ധരിച്ചിരുന്ന കമീസൂരുകയാണ്, ഇട്ടിരുന്ന വസ്ത്രമൂരുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ എനിക്കിത് നിങ്ങളുടെ സമ്പത്താണ്, ഇതും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, ഇതും എനിക്ക് വേണ്ട. എനിക്ക് നല്ല മരണം വേണം, എനിക്ക് പടച്ചുറപ്പിന്റെ സ്വർഗം വേണം. അല്ലാഹു തആലാർഹു വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞു, മിസ്സബേ ഇനി ജീവിതത്തിൽ ഒരിക്കപ്പോൾ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. എന്നെ നീ ഉമ്മായും ഇനി ഒരിക്കപ്പോലും വിളിക്കാ പാടില്ല. ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരല്ലേ. വേദനിക്കുന്ന മുഖത്തോട് അല്ലാഹു തആലാർഹു ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞതെന്തിനെന്നറിയോ? പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞതെന്തിനെന്നറിയോ? മിസ്സബെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോ സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്സബെന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ, ഒരു പുതപ്പ് പുതച്ചിരിക്കുകയാ. അല്ലാഹുവേ ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പം ധരിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകനിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്സബേ ഈ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചു നടക്കുന്നത് എന്തിനാ? യാ റസൂലല്ലാഹ് എനിക്ക് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം നബിയേ, സ്വർഗം കണ്ട് മരിക്കണം നബിയേ, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, അവസാന ഉഹുദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും ജനാസകൾ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. അവരിങ്ങനെ മയ്യത്ത് പൊതിയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ജനാസ ചുമന്നുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് വരികയോ. ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജനാസ കൊണ്ടുവച്ചു. ആരുടെ ജനാസയും അറിയുവോ? മഹാനായ മിസ്സബ് അല്ലാഹു തആലാർഹു മിസ്സബിന്റെ ജനാസ കൊണ്ട് പ്രവാചകന്റെ മുന്നിൽ വെച്ചു. സഹാബത്ത് കരയുകയാ. എന്തിനാ സഹാബ കരയുന്നത്? യാ റസൂലല്ലാഹ് കഫൻ തുണി തികയുന്നില്ല നബിയേ, മിസ്സബിന്റെ മയ്യത്ത് പുതിയാർ കഫൻ തുണിയില്ല നബിയേ. തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. എന്റെ പ്രിയമുള്ളവരെ, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകര്, സ്വർണ്ണത്തിന്റെ വസ്ത്രം ധരിച്ച ചെറുപ്പക്കാർ അവസാനം മയ്യത്ത് പൊതിയുന്ന സമയത്ത് തുണി പോലെ തികയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തലമറച്ചിട്ട് പുതിയ 2 കാലും വെളിയിൽ കിടക്കുകയാ, 2 കാലും വെളിയിൽ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ പുല്ല് പറിച്ചു കൊണ്ടുവാ സഹാബ.
പുല്ല് പറിച്ചു കൊണ്ടുവന്നു നിസബിന്റെ കാലിൽ വെച്ച് കെട്ടുകയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ പുല്ല് വെച്ചിട്ട് കെട്ടുകയാ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടങ്ങഴിയുകയാ. പുല്ലടിഞ്ഞ് താഴെ വീണു. എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് കരയുകയാ. എല്ലാരും കബറിന്റെ ഭാഗത്ത് നിന്ന് കരയുകയാ. എല്ലാരും കരയുന്നത് കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ. മോനെ, ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. അല്ലാഹു തന്നതൊക്കെ പടച്ചെറുപ്പിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങണം ചെറുപ്പക്കാരാ. മരിച്ചാൽ ഇതുപോലെ മരിക്കണം മോരെ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം മോരെ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവേ, ഇന്ന് എല്ലാവർക്കും പണത്തിനോട് വല്ലാത്ത മോഹമോ. എങ്ങനെയും പണമുണ്ടാക്കാ പരക്കം പായുന്നവരുണ്ടല്ലോ, പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ എല്ലാ വൃത്തികെട്ടുകൾക്ക്, വൃത്തികെട്ട സ്വഭാവങ്ങൾക്കും നീ കൂട്ടുനിൽക്കല്ലേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരുടെയെങ്കിലും വീട്ടിൽ 2 തെറ്റുകളുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ ആയുസ് കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ആരുടെയെങ്കിലും വീട്ടിൽ 2 പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ മയ്യത്ത് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. നീ നിന്റെ ഭർത്താവിന്റെ കാലി പിടിച്ച് കരഞ്ഞിട്ടോ പട്ടിണി കിടന്നിട്ടോ നീ പറയണേക്ക, നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റ്, നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റ്. ഇല്ല, നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആയുസ് കുറച്ചു കളയുന്ന 2 തെറ്റുകളുണ്ട്. ആ 2 തെറ്റിൽ ഒന്നാമത്തത്, ഹറാമായ സമ്പത്ത് ആരുടെ വീട്ടിലുണ്ടോ അള്ളാഹു അവന്റെ ആയുസ് വെട്ടിച്ചുരുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഇങ്ങനെ പലിശ കച്ചവടം നടത്തി, കള്ള് കച്ചവടം നടത്തി, ലോട്ടറിയും എടുത്ത് എളുപ്പത്തിൽ പണക്കാരനാകാൻ നീ ഇങ്ങനെ ഇട്ടോട്ട് ഓടുമ്പോ നിനക്ക് തിന്നാനുള്ള യോഗം അല്ലാഹു തരൂല, നിനക്ക് സുഖിക്കാനുള്ള ആയുസ് അല്ലാഹു തരൂല. നിന്നെ നേരത്തെ അല്ലാഹു വിളിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തി അങ്ങ് കളഞ്ഞാ മതി. അല്ലാഹു നിനക്ക് നല്ല മരണം തരും. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നമുക്ക് എന്ത് നേടാനാ? ആരോ മരിച്ചു പോകുമ്പോ ആരെങ്കിലും, യൂസുഫ് അലി, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ആളാ യൂസുഫ് അലി. യൂസുഫ് അലി മരിച്ച എന്തോ കൊണ്ടുപോകും, എന്തുമുണ്ടാ. യൂസുഫ് അലിയെ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കുമ്പോ ഇന്ന് യൂസുഫ് അലി ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ, ബെൻസിലൊക്കെ പോകത്തുള്ളൂ. എന്നാ നല്ല കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് നടക്കണ മനുഷ്യനാ. പക്ഷെ യൂസുഫ് അലി മരിച്ച 3 കഷ്ണം വെള്ളത്തുണി അതിലേ പൊതിയൂ, വേറെ ഒന്നും പൊതിയൂല, വേറെ ഒരു പ്രത്യേക പരിഗണനയുമില്ല. മയ്യത്ത് കട്ടില്, അവിടെ മോഡലൊന്നും ഇല്ല, എല്ലാവർക്കും ഒരേ മോഡല് തന്നെ. ആ മനുഷ്യനെ കൊണ്ടുപോയിച്ചിരിക്കുന്ന 6 അടി മണ്ണിനകത്ത് തന്നെ, വേറെങ്ങുമല്ല. അതേപോലെ തന്നെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ ഇതേ അവസ്ഥ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം പടച്ചവനെ. മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളോടാ ചോദ്യം. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ ഇല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണ പോലെ, കടപ്പുറത്ത് ഈ ബീച്ചിൽ ഇരിക്കണ പോലെ ഇരിക്കല്ലേ, ഇത് സ്വർഗം. എല്ലാവരും എഴുന്നേറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും പള്ളിക്കുഴിക്ക് പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ.
നിങ്ങൾക്ക് മരണം അടുത്തിട്ടുണ്ടോ? വേറെ ആരുടെ കാര്യമല്ല, നിനക്ക് പോകാൻ സമയം. നീ എല്ലാവർക്കും മരിക്കൂലേ? എല്ലാരും മരിക്കൂലേ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ കൈ പൊക്കിക്ക്. അതിനെന്താ ഒരു അരക്കൈ നിൽക്കുന്ന ഒന്ന് പൊക്കിക്ക നല്ലതുപോലെ. മരിക്കൂല്ലേ? പിന്നെ എന്തേ നന്നാകാത്തെ? എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. പിന്നെ നന്നാകാത്തത് നിന്റെ ശൈത്താൻ ഇങ്ങനെ പറയടാ, പോണ്ടടാ, നടക്കുന്ന 90-80 വയസ്സുള്ളവരൊക്കെ നടക്കുന്ന നീ ചെറുപ്പക്കാരനല്ലേടാ, നിനക്ക് അസുഖമൊന്നുമില്ല, നീ ഇപ്പോഴെങ്ങും മരിക്കൂല. ഇതുകൊണ്ടാ. ആരാ പറഞ്ഞത് നീ ഇപ്പോഴെങ്ങും മരിക്കൂല എന്ന്? മരണത്തിന് 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം കേൾക്കണോ? കേൾക്കാൻ താല്പര്യമുള്ളവർ കൈവക്കിക്ക്. പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും മലക്കുൽ മൗത്ത് നിന്നെ പൊക്കിയിരിക്കും. നിനക്കിനി പേടിയാണെന്ന് പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചൊന്നും പോവില്ല. ഞാനൊരു 3 അടയാളം പറഞ്ഞു തരാം. ഈ അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്തോണം. ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നീ അള്ളാഹിനോട് തൗബ ചെയ്തോണം, പൊട്ടിക്കരഞ്ഞോണം. വീടെത്തൂല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നല്ലതുപോലെ കേട്ടോ പെണ്ണുങ്ങളൊക്കെ, നിനക്ക് റിമോട്ട് മാറ്റിയിട്ട് നന്നാകാൻ സമയമായോ എന്ന്? നീ എല്ലാവരുടെ മയ്യത്ത് കാണുന്നു, നിനക്ക് കബറ് വെട്ടാൻ സമയം അടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ 1ാമത്തെ അടയാളം. എന്റെ പ്രിയമുള്ളവരെ, നല്ലതുപോലെ ഒന്ന് നോക്കൂ. വീട്ടിലെങ്ങും പോണ്ട, ഇവിടെ നിന്ന് ചിന്തിക്ക്. ബയാദു ശഅരിക ബഅദ സവാദിഹി, നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമമുണ്ടല്ലോ. നിന്റെ തലയിൽ ഇങ്ങനെ നീണ്ടുകിടക്കണ ഈ മുടിയുണ്ടല്ലോ, ഈ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിനക്ക് കുഴി വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന്റെ 1ാമത്തെ അടയാളം നല്ലതുപോലെ നോക്കിക്കോ. താടിയിലും തലയിലൊക്കെ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറെടുത്തോ, പൊരുത്തം ചോദിച്ചോ, കടം വീട്ടിക്കോ, ഒരുങ്ങിക്കോ, സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ഏകദേശം തീരുമാനമായില്ലേ? അപ്പൊ ഉസ്താദന്മാരൊക്കെ എല്ലാം വരച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഇരിക്കണവരൊക്കെ ഹത്തീബ് ഉസ്താദ് നിങ്ങളാ? ഹത്തീബ് ഉസ്താദിന്റെ ഒക്കെ എല്ലാം നരച്ചിരിക്കുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കും, അല്ലാതെ വേറെന്ത്? എല്ലാവരുടെ ആഗ്രഹം അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ മുടി നരച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. നീ ക്ലീൻ ഷേവ് ചെയ്താലും പെയിന്റ് അടിച്ചാലും പിഴുത് കളഞ്ഞാലും അടയാളം തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നരച്ച മുടി ഒരിക്കലും പിഴുത് കളയരുത്. പിഴുത് കളയാതെ മുടി ഇങ്ങനെ കൊണ്ടു നടന്നാൽ നാളെ പരലോകത്ത് വരുമ്പോ ആ നര പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മരണത്തിന്റെ 1ാമത്തെ അടയാളം മുടി നരയ്ക്കല. ഇനിയിപ്പോ നരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 2, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP എല്ലാ ഇന്നിപ്പോ അസുഖമില്ല എന്ന് പറയുന്നത് ഒരു മാനക്കേടായി കാണുന്ന കാലമാണ്. ചോദിക്കടാ, നിനക്ക് പ്രഷറുണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഇല്ല? നിത്യമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മച്ചി നീ പെട്ടെന്ന് നന്നായിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3ാമത്തെ അടയാളം പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല, ഓടാനും ചാടാനൊന്നും വയ്യ, നടുവേദന, കസേരയിലിരുന്നിട്ടാ നിസ്കാരം. എന്റെ പ്രിയമുള്ളവരെ, പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. നെഞ്ചു വിരിച്ച് നടന്നവനായി ഇന്നിപ്പോ കുനിഞ്ഞു തുടങ്ങി. ഇത് മരണത്തിന്റെ 3ാമത്തെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നന്നാവാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇരിക്കുക, ആർക്ക് നിൽക്കാൻ വയ്യ, പടച്ചനല്ലേ. മരണത്തിന്റെ അടയാളം പറയുമ്പോൾ നിന്ന് കേൾക്കാനുള്ള മനസ്സുപോലും ഇല്ല. നരേന്ദ്രമോദി പറഞ്ഞു 500 1000 മാറാം മണിക്കൂർ ബാങ്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. മരിക്കാൻ കിടന്നവർ വരെ എഴുന്നേറ്റ് പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതങ്ങനെ ചിലർക്ക് ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലേ മനസ്സിലാവൂ, ആഖിറം പറഞ്ഞാൽ മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് ദുനിയാവ് പറഞ്ഞാലേ മനസ്സിലാവൂ. ഒരു കഥ കേൾക്കാൻ സമയം ഉണ്ടാവോ? ദുനിയാവിന്റെ പുറകിൽ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഒന്ന് പറ മനുഷ്യന്മാരെ, നബിയുടെ പേരല്ലേ പറഞ്ഞ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. നമ്മളെ ഇങ്ങനെ വരാതിരിക്കല്ലേ ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ ജോലി ചെയ്യണേ. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ കുറച്ചിപ്പുറത്ത് വരുമ്പോൾ ഒരു വലിയ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിച്ചിട്ട് പണിയാ, എത്രയോ കോടി രൂപ.
4-5 കോടി രൂപ മുടക്കിയിട്ട് ഈ പള്ളി ഇങ്ങനെ കെട്ടുക. അപ്പൊ ഒരു ചെറിയ പയ്യൻ പറഞ്ഞു, എത്ര പണിതാൽ എന്താ ഉസ്താദെ, നമ്മുടെ കൈ വരാനുള്ളതല്ലേ, പണിയട്ടെ നല്ലപോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവനിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, ചെറിയ കുട്ടി. ഞാൻ ചോദിച്ചു, എന്തേ മോനെ, അതെങ്ങനാടാ ഈ പള്ളി നമ്മുടെ കൈ വരണേ? ഈസാ നബി വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരത്തില്ലേ എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓന്റെ ദീർഘവീക്ഷണം അതായിരുന്നു. ഇവരെത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുമല്ലോ എന്ന്. അതാ നമ്മുടെ മക്കള്. ഇന്ന് വേറെ ചിന്തയാ നമ്മുടെ മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഒരു യാത്ര പോയപ്പോ കൂടെ ഒരു മനുഷ്യൻ വന്നുകൂടി. ഒരു മനുഷ്യൻ കൂടെ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്നെ കൂടെ കൊണ്ടുപോ നബിയെ, ഞാനും വരുന്നു നബിയെ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൂടിക്കോളാൻ. രണ്ടുപേരും കൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു ഗ്രാമത്തിലൂടെ കേറിയിട്ട് വേണം പോകാൻ. ഒരു ചെറിയ ഒരു ഗ്രാമത്തിലൂടെ കേറിയിട്ട് വേണം പോകാൻ. അപ്പൊ ഈ രണ്ടുപേരും കൂടെ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ ജനങ്ങൾ മുഴുവനും ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്ന് മുസാഫഹത്ത് ചെയ്ത്, ഒരു പ്രവാചകനാണല്ലോ, എല്ലാവരും ബഹുമാനിച്ചു. എന്നിട്ട് ഇവർക്ക് യാത്രക്കാരാണല്ലോ, കഴിക്കാൻ വേണ്ടി ഒരു 3 ചപ്പാത്തി എടുത്തു പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കൈ കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വിരുദ്ധനാണെങ്കിൽ 3 ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം നബി കാണാതെ എടുത്തങ്ങ് തിന്നു ഒറ്റക്കിരുന്ന്. എന്നിട്ട് 2 എണ്ണം ഇങ്ങനെ പൊതിഞ്ഞു. ഈസാ നബി വന്നു, യാത്ര ഇങ്ങനെ തുടങ്ങി. ഇങ്ങനെ നടന്നു പോകുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അവിടെ നിന്ന് എന്താ തന്നത്? ചപ്പാത്തി തന്നു നബിയെ. എത്ര എണ്ണം തന്നു? 2 എണ്ണവേ തന്നുള്ളൂ നബിയെ. ഈസാ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ലേ? ഇല്ല നബിയെ, 2 തന്നുള്ളൂ. കള്ളം പറഞ്ഞു. നടന്ന് ഇതുപോലെ ഒരു സമുദ്രത്തിന്റെ മുന്നിലെത്തി. അക്കരയിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഈ മനുഷ്യൻ ഈസാ നബിയോട് ചോദിച്ചു, ഇനി നമ്മൾ എങ്ങനാ നബിയെ പോകുന്നത്? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ നമ്മൾ റോഡിൽ നടക്കണ പോലെ നടന്ന് അക്കരയിലെത്തിയപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചവനെ, വെള്ളത്തിന്റെ മുകളിലൂടെ ഒക്കെ നടക്കാന്ന് വെച്ചാ എന്തൊരു അത്ഭുതമാ. ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളൂ നബിയെ. അപ്പോഴും കള്ളം പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, എത്ര? 2 തന്നുള്ളൂ. ഈസാ നബി മിണ്ടിയില്ല. കുറച്ച് മുന്നോട്ട് നടന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു നബിയെ. ഈസാ നബി അലൈഹി സ്വലാം ഈ മനുഷ്യനും കൂടെ ഒരു മാനിനെ പിടിച്ചു, അറുത്തു, ചുട്ടു, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് എല്ലുകൾ മുഴുവനും പിറക്കി ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞു തീരുമ്പോ ഈ മാൻ എഴുന്നേറ്റ് ഓടുക. ഇങ്ങനെ ഓടുക. ഈ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചവനെ. ഈസാ നബി അവനോട് ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളൂ നബിയെ. നിങ്ങൾ ആലോചിക്ക. വീണ്ടും മുന്നോട്ട് നടന്നു. ഇതുപോലൊരു മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹിസ്സലാം മണ്ണ് വാരിയിട്ട് കൂട്ടാൻ പറഞ്ഞു. 3 കൂന കൂട്ടാൻ പറഞ്ഞു. മണ്ണിങ്ങനെ വാരി 3 കൂനയായി ഇങ്ങനെ കൂട്ടിവെച്ചു. ഈസാ നബി അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോ 3 സ്വർണ്ണക്കട്ടയായി മാറി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. ഈ മനുഷ്യൻ ചോദിച്ചു, നമ്മൾ 2 പേരല്ലേ ഉള്ളു നബിയെ, ഈ 3ാമത്തത് ആർക്കുള്ളതാ? നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഈ 3ാമത്തെ സ്വർണ്ണക്കട്ട ആർക്കുള്ളതാ? ഈസാ നബി പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എണ്ണം എടുത്തവനുള്ളതാ. ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി സത്യം, ഞാനാ എടുത്തത് നബിയെ. നിങ്ങൾ ആലോചിച്ചേ, ഈ ദുനിയാവ് കാണിച്ചു കൊടുത്തപ്പോ അവൻ പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് കാണിച്ചു. ജീവനില്ലാത്തൊരു വസ്തുവിന് ജീവൻ കൊടുത്ത് കാണിച്ചു. തിരിഞ്ഞൂല, അവന് തിരിഞ്ഞില്ല. പക്ഷെ പണം കാണിച്ചപ്പോ ചാടി വീണു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചരിത്രം പരിപൂർണമായി പറയാം. ഈസാ നബി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, 3 നീ എടുത്തു. ഈ 3 സ്വർണ്ണക്കട്ടയും നീ എടുത്തോ. ഈ മനുഷ്യൻ ആർത്തിയോടുകൂടി ഇങ്ങനെ വാരുക. അപ്പൊ നോക്കുമ്പോ 3 ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ വരിക. 3 പേര് വരിക. മരുഭൂമിയ, പിന്നെ പറയേണ്ടതുണ്ടോ? അന്നത്തെ കാലഘട്ടമല്ലേ. 3 പേര് വരുമ്പോ ഒറ്റയ്ക്കൊരുത്തൻ സ്വർണ്ണക്കട്ടയായിട്ടിരിക്കുക. വെച്ചേക്കുവോ? 3 പേരും കൂടെ അവനെ തല്ലിക്കൊന്നു. എന്നിട്ട് സ്വർണ്ണങ്ങൾ വാരി നിറയ്ക്ക. സ്വർണ്ണക്കട്ടകൾ വാരി നിറച്ചു. ആ സമയത്ത് ഒരാള് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, ഒരാള് പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാ, ഞങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കാം, കഴിച്ചിട്ട് നമുക്ക് 3 പേർക്കും ഒരുമിച്ച് പിരിയാം. അങ്ങനെ ഈ 3 പേരിൽ ഒരു മനുഷ്യൻ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോ ഈ കാവലിരുന്ന 2 ചെറുപ്പക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുമ്പോ ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞ അവൻ്റെത് നമുക്ക് 2 പേർക്കും പകുതി എടുക്കാലോ, എന്തിനാ വെറുതെ കൊടുക്കണേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ കൊന്ന അവൻ്റെത് നമുക്കെടുക്കാം, ഇതിന് അവന് വെറുതെ കൊടുക്കണേ?
അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഭക്ഷണം വാങ്ങാൻ പോയ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് രണ്ടുപേരും തിന്നിട്ടങ്ങ് ചാകുമല്ലോ, 3 എനിക്ക് ഒറ്റയ്ക്കെടുക്കാമല്ലോ പടച്ചവനെ. അവൻ സാധുവായിരുന്നു, അവൻ അങ്ങനെ ചിന്തിച്ചേ. അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് തിന്നിട്ടങ്ങ് ചാവ്, ഒറ്റയ്ക്കെടുക്കാമല്ലോ. ചരിത്രം പറയുന്നു, ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ ഇവന്മാര് രണ്ടുപേരും കൂടെ അവനെ കൊന്നു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് തിന്നി ഇവന്മാരും ചത്തു. എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബി അലൈഹിസ്സലാം മടങ്ങി വന്നപ്പോ പറഞ്ഞു, വരുമ്പോ 3 സ്വർണത്തിന്റെ കെട്ടുകളുമുണ്ട്, 4 മയ്യത്തും കിടക്കുന്നുണ്ട്. ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ 3 അടയാളം നിങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട, ഇന്ന് തന്നെ തൗബ ചെയ്തോ, ചിലപ്പം വെളുപ്പിക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഈ 3 അടയാളവും വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കണ്ട. സിറാജ് ഉസ്താദെ, എന്റെ ഒരു മുടിയും നരച്ചില്ല ഉസ്താദെ, എനിക്കൊരു അസുഖവുമില്ല, ഒരു വേദനയുമില്ല, എന്റെ ഗ്ലാമറിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നീ ചിരിക്കണ്ട. ഈ 3 അടയാളവും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഡാനിയ. ഇത് 3ഉം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിന്നെ പോലെ പലരും രാവിലെ എഴുന്നേറ്റ് പോയതാ, വെട്ടിക്കീറി കൊണ്ടുവന്ന് ഖബറടക്കിയിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ അത് പറയാൻ നിന്റെ നാവ് പൊങ്ങണോ മോനെ. പണത്തിനോടുള്ള ആർത്തി കളയടാ, നിനക്ക് അള്ളാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 നിർത്താറായോ? നിങ്ങൾക്ക് ബോറടിച്ച അപ്പൊ പറയണം. ഞാനങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് പോലും ഇമാമ് ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാവൂ. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അത്യാവശ്യക്കാരുണ്ട്. അവരൊക്കെ വയ്യാത്തവരാ. ഉസ്താദ് സൂറത്തിൽ ബക്കറ ഓതിയാ പുറകെ നിൽക്കണവര് ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ വഅദ് പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? ഒരെണ്ണം കൂടെ പറയാം, അതും കൂടെ കേട്ടിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. കേൾക്കാൻ താല്പര്യമുള്ളവരുന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. ഒന്നും വേണ്ട, ബക്കറ്റിനകത്ത് എന്തെങ്കിലും ഇട്ടാ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിപ്പോ ഞാൻ വഅദ് പറയാ. ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് പെട്ടെന്നങ്ങ് വീണു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചു. എന്നെ ഖബറിൽ കൊണ്ടുവച്ച ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ സ്ഥലം അത് 6 അടി മണ്ണിനകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രമെല്ലാം ധരിച്ചു സുഗന്ധമെല്ലാം തേച്ചു എല്ലാവരും കൊണ്ടുപോയി ഇറക്കി വെക്കുന്ന ഒരു വീടുണ്ടല്ലോ, ഖബറെന്ന് പറയുന്ന ഭവനമുണ്ടല്ലോ. അല്ലാഹുവേ, അതിന്റെ അകത്തെ അദാബിൽ നിന്ന്, അതിന്റെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആരെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. ഈ പ്രപഞ്ചം കരഞ്ഞ ദിവസമാ. അല്ലാഹുവേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവരള കുത്തികെട്ടാ നടന്നു പോയത്. പ്രവാചകനോട് ചോദിച്ചു, നബിയേ, എന്തിനാണ് തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത്? യാ സ്വഹാബ, 70,000 മലക്കുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു സഹാബ.
70,000 മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരോ നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയിടുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പറ സ്വഹാബ സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറയുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ പറയാനുള്ള കാരണം എന്താ നബിയേ? പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബർ ഞെരുക്കിയ സഹാബ. ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ പോലും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 6 അടി മണ്ണിനകത്തേക്ക് ഒരു ദിവസം നീ പോകേണ്ടവരാ. നാളെ ദുഹറിന്റെ സമയത്ത് ചിലപ്പോ നിന്നെയായിരിക്കും കൊണ്ടുപോയി ഖബറടക്കുന്നത്. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ. എന്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്, എന്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ 6 അടി മണ്ണിനകത്തൊരു മനുഷ്യനെ കൊണ്ടുവെക്കുമ്പോ അതിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ വാപ്പാ പോകണമല്ലോ, ഉമ്മ പോകണമല്ലോ, ചെറുപ്പക്കാരാ പോകണമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. മോനെ എപ്പോഴാടാ വരുന്നതെന്നറിയില്ലല്ലോ. പടച്ചവരെ, കൊല്ലം ജില്ലയില് സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് കയറി വന്ന പ്രിയപ്പെട്ട പൊന്നുമോർ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കൂട്ടുകാരുടെ കൂടെ നടന്നു വന്ന ചെറുപ്പക്കാർ തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട അമ്മയല്ലേ അവന്റെ കഴുത്തിലെ ഷാള് വെച്ച് മുറുക്കിയിട്ട് കൊന്നുകളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ അല്ലാഹുവേ 8 കൊല്ലം കാത്തിരുന്നിട്ട് തനിക്കൊരു പൊന്നുമോളെ കെട്ടുകയാ. വിവാഹം കഴിഞ്ഞ് 8 വർഷം ദുആ ചെയ്തുകൊണ്ട് നടന്ന ഭാര്യയും ഭർത്താവ് അവസാനം അല്ലാഹു ഒരു പൊന്നുമോളെ കൊടുത്തു. അവസാനം എന്റെ പ്രിയമുള്ളവരെ, തനിക്കൊരു പൊന്നുമോളെ കിട്ടിയപ്പോ ആ മോളെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു തന്ന പൊന്നുമോള്, അല്ലാഹു തന്ന സമ്മാനമാണല്ലോ. തന്റെ പൊന്നാര മകളുടെ ചെവിയിൽ ഇങ്ങനെ ബാങ്ക് വിളിച്ചു, ഹയ്യ അലസ്സലാ. അവിടെ ഇങ്ങനെ എത്തിയപ്പോ ശരീരം വല്ലാതെ തളരുകയാ, വല്ലാതെ ശരീരം വിയർക്കുന്നുണ്ട്. തന്റെ കയ്യിലിരുന്ന ചോരക്കുഞ്ഞിന് അടുത്ത ആളിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കസേരയിലിരുന്ന് ചാരിയിരുന്ന് ചെറുപ്പക്കാരാ 6 അടി മണ്ണിനകത്താടാ പൊന്നുമോനെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തങ്ങളെ ഖബർ കണ്ടിട്ടില്ലല്ലോ, ഖബർ കണ്ടിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിക്കാട്ടിലൊരു പച്ച മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുമ്പോ നീ കാണുന്നതല്ലടാ ഖബർ, അതല്ലടാ ഖബർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത് മാ അകില അകിലാ വലാ ശരിബ ശുറബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാണ് അറിയുമായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോനെ, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കുടിക്കാൻ വെള്ളമെടുത്തു, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂടി കരഞ്ഞിട്ടല്ലാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല മോരേ.
എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒരു മനുഷ്യന്റെ മയ്യത്ത് നിന്നെ പോലെ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ടുകൊണ്ട് കഴിഞ്ഞു പോയാ ഓരോ മനുഷ്യന്മാരുടെ മയ്യത്ത് കൊണ്ട് കബറിലിറക്കി വെച്ചിട്ട് അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്നവരുണ്ട്, അവിടെ നിന്ന് തമാശ പറയുന്നവരുണ്ട്, അവിടെ നിന്നുകൊണ്ട് പച്ചയിറച്ചി തിന്നുന്നവരുണ്ട്, അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കല്ലേ. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ആരെങ്കിലും 6 സ്ഥലങ്ങളിൽ തന്റെ പല്ല് വെളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ചാ പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടിയുടെ തല പോലെ ഇരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടണോ, 6 അടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ നിന്റെ 6 അടി മണ്ണ് നിനക്ക് 6 അടി മണ്ണില് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ